ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഗൈസ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലുള്ളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ, കാലത്ത് എഴുന്നേറ്റിട്ടുണ്ട്. ഇച്ചിരി ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എഴുന്നേറ്റ പാടെ നമ്മുടെ റൂമിലെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിടാണ്. എനിക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് സെറ്റാക്കിയിടണം. എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിലും എനിക്ക് എല്ലാ പണിയും കഴിയുമ്പോഴേക്കും റൂമിൽ വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് റൂമിൽ വന്ന് കിടക്കുമ്പോൾ തന്നെ ഒരു കിടക്കാൻ തോന്നുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ഡേയ്സ് മൊത്തം ഫുള്ള് ഷോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലെ ടേബിളൊക്കെ ഒന്ന് നേരിടാണ് കേട്ടോ. ഇപ്പം ഞാൻ വന്നേ പിന്നെ എൻ്റെ രണ്ട് അനിയത്തിമാരും താഴെ പാവിരിച്ചാണ് ഗൈസ് കിടക്കുന്നത്. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് സൈഡിലേക്ക് ഇട്ടാലാണ് നമുക്ക് പാവിരിച്ച് കറക്റ്റിന് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കാലത്ത് അവർ പോയപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കാം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി അയറാക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പോകണം. ഇനി അതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അയറാക്ക് എടുത്ത് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് കേട്ടോ. ിലേക്ക് വന്നപ്പോൾ ചച്ചൂരിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വാപ്പയും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കുകയാണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടി വി ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ചായ കുടി. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഫ്ര കാലത്ത് തന്നെ ഞാൻ എഴുന്നേക്കണേക്ക് മുമ്പ് തന്നെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും അതുപോലെ തേങ്ങാപ്പാലാണ് ഗൈസ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനെല്ലാം എൻ്റെ മോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാനും അതിന് മറുപടിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് അവരുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഉമ്മച്ചി ഞാനും ഉണ്ടായിരുന്നു എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി. പക്ഷേ ഉമ്മച്ചി എൻ്റെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മച്ചിക്ക് എന്തൊക്കെയോ പണിയോ ബാക്കിയോടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബാക്കി കുറേ പാത്രങ്ങളുണ്ടായി കഴുകാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലോണം തുടച്ചൊക്കെ ഇടാണ് കേട്ടോ. ടേബിളൊക്കെ തുടക്കാനുണ്ടായി. അങ്ങനെ ടേബിളൊക്കെ തുടച്ചു. പിന്നെ നമ്മുടെ തിണ്ണപ്പുറമൊക്കെ തുടച്ചിട്ടാണ്. പിന്നെ ഗ്യാസ് സ്റ്റവൊക്കെ ഫുള്ള് എന്തൊക്കെയോ അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് ടിപ്പ് ടോപ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതെല്ലാം പരിപാടിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒതുക്കിയിട്ട് നമുക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായി. അങ്ങനെ ഉമ്മച്ചിയൊക്കെ അവിടെ വന്നിരുന്നപ്പോഴേക്ക് ചായ കുടിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മച്ചിരായിട്ട് തന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ബാക്കി തുണികളൂടി അങ്ങോട്ട് മടക്കിയായിട്ട് വെക്കുകയാണ് ഗൈസ്. വേഗം തന്നെ പണി തീർത്താൽ നമുക്ക് വേഗം തന്നെ വല്ലയിടത്ത് ഇരിക്കാമല്ലോ ഗൈസ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മൾ വേഗം പണിയൊക്കെ തീർക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലിരുന്ന് ഉമ്മച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനത് കേട്ട് അതിനും മറുപടിയൊക്കെ കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ എല്ലാ പണികളല്ല നമ്മുടെ തുണി മടക്കി വയ്ക്കുന്ന പരിപാടി ഏകദേശം നമ്മളൊന്ന് സൈഡാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോർച്ചിലേക്ക് വന്നിട്ടുണ്ട്. സിറ്റൗട്ടും പോർച്ചും വേഗം തന്നെ അടിച്ച് വാരിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മച്ചിക്ക്. ഉമ്മച്ചി വേഗം തുടക്കാൻ വരാമെന്ന് പറഞ്ഞു. സോ നമ്മൾ വേഗം തന്നെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം മുറ്റത്തേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഗൈസ് കാന്താരിമുളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കണുണ്ട് കേട്ടോ. നന്നായിട്ടും കാന്താരിമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പറിച്ചുണ്ടായിട്ട് നമുക്ക് ഉച്ചക്ക് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഒരു വാഴലെടുത്ത് അതിൽ നിറച്ചും കാന്താരിയെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ചക്ക ഉമ്മച്ചി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാവുമ്മ ഉണ്ടായിരുന്ന ചക്കയാണ് ഗൈസ്. അങ്ങനെ ഉമ്മച്ചി നമുക്ക് വേഗം തന്നെ സെറ്റൊക്കെ ചെയ്ത് തരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ മോളും ഇരുന്ന് നന്നായിട്ട് ചക്ക ഇരുന്ന് കഴിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ചക്കത്തീറ്റ എല്ലാം കഴിഞ്ഞ് ഗൈസ് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് ഗൈസ്. നമ്മുടെ പപ്പായ മരത്തമ്മേ നല്ല അടിപൊളി പപ്പായ പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പഴുത്തെടുക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കത് അങ്ങോട്ട് പറിച്ചേക്കാം. ഇന്നിട്ട് അതിൻ്റെ ഇപ്പോൾ കാക്ക അല്ലെങ്കിൽ കിളി എന്തെങ്കിലും കൊത്തിക്കളയും. അപ്പോൾ ചച്ചു ഒറ്റ കുത്തിയിൽ അത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി എല്ലാവരുടെ ഫോക്കസ് ഇനി അതിലേക്കാണ്. ചക്ക കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത ഉന്നം എന്ന് പറയുന്നത് നമ്മുടെ പപ്പായയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതുമായിട്ട് പോവുകയാണ് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അങ്ങനെ ഇതാ വേഗം തന്നെ പപ്പായ ഉണന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കാണ് കേട്ടോ ഗൈസ്. ഇത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ അവിടെ നിന്ന് പേരക്ക കഴിക്കുന്നുണ്ട്. പേരക്ക ഞാൻ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഉപ്പും അതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെല്ലുമ്പോൾ ഇതാ അവൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെല്ലുമ്പയും കഴിക്കേണ്ട. വെല്ലുമ്മക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ മുളക് പൊടിയൊക്കെ ഇട്ട് വെല്ലുമ്മക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തൊക്കെയോ പറയണ്ടായി. പിന്നെ അതാ നമ്മളുടെ പപ്പായ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം വയറ് നിറഞ്ഞു ഗൈസ്. ചക്കയും അതുപോലെ പപ്പായയും പിന്നെ നമ്മുടെ പേരൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതാ നമ്മൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ പ്രയറിൻ്റെ ടൈമാണ് ഗൈസ്. അങ്ങനെ അതാ നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.